രാത്രി 12 മണിക്ക് ആംബുലൻസിൽ ഒരു മൂക്കിൽ ഒരു ബേഡിരിക്കുന്നു. മൂക്കിലിരുന്ന് എങ്ങാനും ഇനി വെള്ളം ഉള്ളിലേക്ക് കയറിപ്പോയാൽ കൊച്ചിന് പിന്നെ എന്തെങ്കിലും അവനെന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. എടുത്തു വെച്ചിട്ട് ടഫായിരുന്നു, എടുക്കാൻ വലിയ മുത്തായിരുന്നു. അത് എന്നെ അതിനകത്ത് നിർത്താത്ത ഒരു കണക്കിൽ നന്നായി. ഞാനത് കണ്ടിരുന്നെങ്കിൽ ഞാനപ്പം തന്നെ അവിടെ വല്ല ബോധം കെട്ട് വീണോണ്ടാനെ. ഹലോ എവരി വൺ, എല്ലാവരും എന്നെ എടുക്കുവാന്ന്. ഇന്ന് വീക്ക് ഡേ ഒക്കെ ആയത് കാരണം ജോലി കഴിഞ്ഞിട്ടുള്ള വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ പിള്ളേരുടെ സ്കൂളിൽ പോക്ക്, എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. എൻ്റെ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ. രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടു. ഇനി ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാനുണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുമായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നമ്മുടെ 2026 തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഒരു മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ രണ്ടാമത്തെ മാസത്തിലേക്കൊക്കെ കയറി. എല്ലാവർക്കും എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു? എന്നാൽ എനിക്ക് 2026 അത്ര വലിയ സുഖകരമൊന്നും ആയിരുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണക്കാരൻ എൻ്റെ മൂന്നാമത്തെ പുത്രനാണ്. അവനാണ് എനിക്ക് നല്ലൊരു പണിയൊക്കെ തന്നിട്ടിരിക്കുവാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, 2026 എനിക്ക് നല്ല സുഖകരമല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ തുടക്കം. ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിരുന്നില്ലേ. ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ 3 പിള്ളേരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ഫുൾ ടൈം TV ഒന്നും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആസ്തറ്റിക് സെൻസൊക്കെ ഇച്ചിരി കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കളിക്കാൻ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബീഡ്സ്, കുറച്ച് ത്രെഡ്, അവർക്കിങ്ങനെ ഈ ത്രെഡിൽ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കളിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പോൾ അവർ മൂന്നാമത്തെ ആളാണെങ്കിൽ കൂടി അവൻ്റെ കെയറിൽ അതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മൂത്ത കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ അത് എല്ലാ ദിവസവും അവരവരുടെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അത്ര വറീഡ് അല്ലായിരുന്നു. എന്താണെങ്കിലും അവരുടെ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ജാനുവരി 5 അവരുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ആഴ്ച അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിൽ കോൾഡ്. ഇത്തവണ നമ്മുടെ കാനഡയിൽ, ടൊറൻറ്റോയിൽ നിങ്ങളെല്ലാവരും ന്യൂസിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇത്തവണത്തെ വിൻ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഹാർഡ് വിൻ്റർ ഇവിടെ കാനഡയിൽ ഈ ഏരിയയിൽ നമുക്കിവിടെ വരുന്നത്. അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്, മഞ്ഞാണ്, മൊത്തത്തിൽ നമ്മളാകെ ഒരു പരുവമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കോൾഡ് കോഫൊക്കെ ഉണ്ട്. അപ്പം മൂന്നാമത്തെ ആൾക്ക് വേണ്ട. അപ്പോൾ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ മൂന്നാമത്തെ ആൾ ഇച്ചിരി വലിയ രീതിയിൽ കൂർക്കം വലിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവന് നമ്മൾ ഈ മൂക്കിൽ ഒഴിച്ചു കൊടുക്കുന്ന നേസൽ ഡ്രോപ്സ് ഉണ്ടല്ലോ, ആ നേസൽ ഡ്രോപ്സ് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ്റെ ആ ബ്രീതിങ്ങിന് അവൻ്റെ ആ ഒന്ന് ഈസിനെസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് അവൻ്റെ മൂക്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ മൂക്കിൽ ഒരു ബേഡിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത 2 പിള്ളേരിരുന്ന് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാത്ത കാരണം ആ മൂക്കിൽ മുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി. എന്ത് ചെയ്യണം? ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടിയിലാണ്. തിരിച്ചു വരണമെങ്കിൽ ഒരു 24 hours കഴിയാണ്ട് തിരിച്ചെത്തത്തില്ല. പിള്ളേർ ഞാൻ എന്ത് ചെയ്യും? ആ രാത്രി ഒരു 11-11:30 ആയപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഞാൻ ആരെയും വിളിച്ചിട്ട് എനിക്ക് ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചിട്ടൊന്നും കിട്ടണില്ല. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ നമുക്കറിയാൻ പാടില്ലാണ്ട് ഇനി മൂക്കിലിരുന്ന് എങ്ങാനും ഇനി വെള്ളം ഉള്ളിലേക്ക് കയറിപ്പോയാലോ, കൊച്ചിന് പിന്നെ എന്തെങ്കിലും അവനെന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിപ്പോയി. പിന്നെ എൻ്റെ മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 911 വിളിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 911 വിളിച്ചു. ആംബുലൻസ് വന്നു. അങ്ങനെ ഞാനും കൊച്ചും ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അവർ ആദ്യം നമ്മളെ കൊണ്ടാക്കിയത്. എന്നിട്ട് അവിടെ നമ്മൾ രാത്രിയാണ്, ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ എനിവേ നമ്മളൊരു 2 hours നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഡോക്ടറെ കാണാൻ പറ്റണത്. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു. സാധാരണ ബീഡ്സും പിള്ളേർ മൂക്കിലിട്ടിട്ട് ചെല്ലാറുണ്ട്. അപ്പോൾ പുള്ളിക്കും ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ പുള്ളി അത് ട്രൈ ചെയ്തു. ഒരു 3-4 ടെക്നിക്സ് പുള്ളി അവിടെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലക്കർ എടുത്തിട്ട് നമ്മൾ പ്ലക്ക് ചെയ്തെടുക്കുന്ന ഒരു ഇത്. അപ്പോൾ ഇവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവൻ്റെ മൂക്കിലിരിക്കുന്ന കാണാം. പക്ഷെ അത് നമ്മുടെ ഈ 2 ബോണിൻ്റെ ഉള്ളിലായിട്ട് ഇതിങ്ങനെ അങ്ങ് പെട്ട് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ ട്രൈ ചെയ്തിട്ട്
പുള്ളി ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ചും കൂടെ അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ പിന്നെ അത് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു പുള്ളിക്കത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളത് ഈ പീഡിയാട്രിക്കിൻ്റെ തന്നെ, അതായത് കുട്ടികളുടെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉള്ളൊരു ഹോസ്പിറ്റലുണ്ട് നമുക്കിവിടെ വലുത്. അതൊരു ഞങ്ങൾക്കവിടെ 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. സിക്കിഡ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ ടൊറൻറ്റോയിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ എമർജൻസിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെളുപ്പിനാണ് ഇത്, നമ്മൾ രാത്രി അവിടെ ചെല്ലുന്നു, അത് വെയിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറും കണ്ടു കഴിഞ്ഞ് നമ്മളൊരു 3:30-4 മണി ആ ടൈമിലാണ് നമ്മളോട് പറയുന്നത് കൊണ്ടുപോയിക്കോളാൻ. അങ്ങനെ ആ ടൈമിൽ പിന്നെ എൻ്റെ കൂടെ എൻ്റെ ബ്രദറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനും അവനും കൊച്ചും കൂടെ ഞങ്ങൾ ടൊറൻറ്റോയിലേക്ക് പോയി ചെന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ വെളുപ്പിനെ ആകുന്നതുള്ളൂല്ലോ. അപ്പോൾ അപ്പോഴും അവിടെ ഡോക്ടറില്ല. പിന്നെ നമ്മളവിടെ അവൻ്റെ ഫസ്റ്റ് അവർ വൈറ്റൽസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ വന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരും ഒരു 2-3 മെത്തേഡ്സൊക്കെ അവരും ട്രൈ ചെയ്യുന്നു. പക്ഷെ അവർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ENT സ്പെഷ്യലിസ്റ്റ് വന്നു. ENT വന്നിട്ട് ENT നമ്മുടെ അടുത്ത് പറഞ്ഞു പുള്ളി ട്രൈ ചെയ്യും, ഒരു 2 മെത്തേഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പറ്റിയില്ലെങ്കിൽ കൊച്ചിനെ നമ്മൾ സെഡേഷൻ കൊടുത്തിട്ട് നമുക്കതൊരു മിനി സർജറി പോലെ എന്ന തരത്തിൽ നമുക്കത് റിമൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ ആകെ 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഇവർ ഈ പറഞ്ഞതുപോലെ റോഡ് പോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന തരത്തിൽ ആ മുത്തിനെ വലിച്ചെടുക്കാനാണ് നോക്കിയത്. അപ്പോൾ അത് കുറച്ച് ഷാർപ്പാണ് അതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂക്കിനുള്ളിലെ ഇതെന്ന് പറയുന്നത് അത് സോഫ്റ്റ് ആണല്ലോ. അപ്പം അത് ഒരു 2 വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് ഇവനെ ഈ പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ല, നമുക്കത് സെഡേഷൻ കൊടുത്തിട്ട് തന്നെ നമുക്കത് ചെയ്യാം. കാരണം ഇനി അത് ബ്ലീഡ് ചെയ്ത് പിന്നെ കൊച്ചിനത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇവൻ എഴുന്നേറ്റിരിക്കുന്ന കാരണം ഇവൻ ഒട്ടും സമ്മതിക്കത്തില്ല. ഇവൻ ഭയങ്കരമായിട്ട് അങ്ങ് കുതറുവാണ്, ഭയങ്കര കരച്ചിലും ഭയങ്കര കുതറലും എല്ലാം കൂടെ കാരണം അവർക്ക് അങ്ങനെയും ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഈ ബ്ലീഡിങ്ങും കൂടെ, അങ്ങനെ 2 കാര്യങ്ങളും കൂടെ കാരണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് സെഡേഷൻ കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. പിന്നെ നമ്മളപ്പോൾ ഈ സെഡേഷൻ കൊടുത്തിട്ട് നമ്മളിത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ENT ഇപ്പോൾ വന്ന ഡോക്ടർ, പിന്നെ ENT ഇവരുടെ സർജൻ വേണം, പിന്നെ നമുക്ക് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ. അപ്പോൾ ഇവർ 3 പേരുടെയും അവൈലബിലിറ്റി നമുക്ക് അറ്റ് എ ടൈമിൽ ഉണ്ടെങ്കിലാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളോടത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് സെഡേഷൻ കൊടുത്തിട്ട് ആ പ്രൊസീജിയറിനുള്ള ഡേറ്റ് കിട്ടി. പക്ഷെ അത് നമ്മളോട് നാട്ടിൽ നിന്നുള്ളവരും ഇവിടെയുള്ളവരും എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഈ കൊച്ചു എങ്ങനെയാണ് ഈ 1 വീക്ക് ഈ മുത്ത് ഇവൻ്റെ മൂക്കിനുള്ളിൽ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടത്, അപ്പോൾ അത് ഇൻഫെക്ഷൻ ആകുമോ? അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. കാരണം ഈ 1 വീക്കിൽ ഇവൻ്റെ മൂക്കിൽ ഇത് എങ്ങനെ ഇരിക്കും, ഇവന് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുമോ? കാരണം ഇവൻ ഉറങ്ങുമ്പോഴാണ് ഇതിൻ്റെ കൂടുതലൊരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇവൻ ഇങ്ങനെ അവൻ്റെ ഭയങ്കരമായിട്ട് ഹാർഡ് ആയിട്ട് അവൻ ബ്രീത് ചെയ്യുന്ന പോലെയാണ് അവൻ ഉറങ്ങുമ്പോൾ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഹസ്ബൻഡും ആ ഒരു 1 വീക്കോളം ജോലിക്ക് പോവുകയില്ല. പുള്ളിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞങ്ങൾക്ക് 2 പേർക്കും ടെൻഷനായി. കാരണം നമുക്ക് ഒരു 1 വീക്ക് നമ്മൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവൻ്റെ ഓരോ ബ്രീതിങ്ങിൻ്റെയും ആ ഒരു ഇതൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മൾ എഴുന്നേറ്റിരിക്കുമായിരുന്നു. എന്നാണെങ്കിലും ആ ഒരു 1 വീക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നിട്ട് നമ്മുടെ ആ സെഡേഷൻ കൊടുത്തിട്ട് ആ പ്രൊസീജിയറിൻ്റെ ഡേറ്റ് വന്നു. നമ്മൾ രാവിലെ വെളുപ്പിനെ ഇവിടുന്ന് പോയി. നമുക്കൊരു 8 മണിക്കായിരുന്നു, രാവിലെ 8 മണിക്കായിരുന്നു അവർ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നത്. അവിടെ രാവിലെ നമ്മളവിടെ ചെന്നു. അത് കഴിഞ്ഞ് അവർ കൊച്ചിൻ്റെ വൈറ്റൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവനെ നമുക്ക് അവിടെ റൂമിലൊന്നുമില്ല, നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇതിനേക്കാൾ ഒരുപാട് സീരിയസ്നെസ് ആയിട്ടുള്ള കേസുകൾ അവിടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെന്ന് പറയുന്ന ഇതൊരു എമർജൻസി അല്ല എന്നാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നവർ പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് ബ്രീത് ചെയ്യുന്നുണ്ട്, കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ ആക്റ്റീവാണ്, അവൻ്റെ ഡെയിലി റൂട്ടീൻസ് എല്ലാം നടക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് അതിനും ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞ് ഒരു 9 o'clock ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് സർജൻ ENT സർജൻ വന്ന് കൺസെൻറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അനസ്തേഷ്യ ഡോക്ടർ വന്ന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇവൻ ആസ്മാറ്റിക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് അവന് മൂക്കിലൊരു സ്പ്രേ ചെയ്തു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൻ പയ്യെ ഒരു സ്ലീപ്പി മോഡിലേക്ക് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ
അങ്ങനെ ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും അവർ നമ്മളെ പ്രൊസീജിയർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവരതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഇതാണ് കേട്ടോ. കാരണം കൊച്ചിന് എന്തെങ്കിലും ഈ പ്രൊസീജിയറിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള എല്ലാം അവരതിന് വേണ്ടി ഈ ഒരു പ്രൊസീജിയർ ആകെ ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കൂടെ അവർ എല്ലാം വെൽ അറേഞ്ച്ഡ് ആണെന്നുള്ളത് നമുക്ക് ആ റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ. കാരണം ഈ 3 ഡോക്ടേഴ്സ്, അവരുടെ അസിസ്റ്റൻ്റ്മാരുണ്ട്, പിന്നെ രജിസ്റ്റേർഡ് നേഴ്സസ് 2-3 പേരുണ്ട്. ഈ ഒരു ചെറിയൊരു മുത്തെടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇതെന്ന് ഓർക്കണം. എനിക്കറിയത്തില്ല നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ അവരെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. നമുക്കതിൻ്റെ അത് കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ആ റൂമിൽ കയറ്റിയപ്പോഴേക്കും പിന്നെ നമ്മളോട് പറഞ്ഞു നമ്മൾ പാരൻസ് നിൽക്കണ്ട, നമുക്ക് നമ്മളോട് പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്, ഒരു IV പോലെ കൊടുത്ത് അനസ്തേഷ്യയുടെ മെഡിസിൻ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പുറത്ത് പോയിരുന്ന ഒരു 10-15 മിനിറ്റിനുള്ളിൽ ENT ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ബീഡ് എടുത്ത് ഇച്ചിരി ടഫായിരുന്നു എടുക്കാൻ, വലിയ മുത്തായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി പാടായിരുന്നു, കുറച്ചധികം ബ്ലീഡ് വന്നെന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്നെ അതിനകത്ത് നിർത്താത്ത ഒരു കണക്കിൽ നന്നായി. ഞാനത് കണ്ടിരുന്നെങ്കിൽ ഞാനപ്പം തന്നെ അവിടെ വല്ല ബോധം കെട്ട് വീണുകൊണ്ടാണ്. എന്നാണേലും നമ്മളതിനകത്ത് നിർത്തിയോ ഇല്ല. അത് ഡോക്ടർ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നേഴ്സ് വന്ന് നമ്മളെ വിളിച്ചിട്ട് പോയി, കൊച്ചു എഴുന്നേറ്റ് അവൻ കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ആ റൂമിൽ ചെന്ന് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മളോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 6 to 8 hours അവനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. കാരണം അവന് സ്ലീപ്പി മോഡായിരിക്കും. അപ്പോൾ എഴുന്നേറ്റ് തന്നെ നടക്കാനോ കിടന്നുറങ്ങിയെടുത്ത് നമ്മളങ്ങനെ അവനെ തന്നെ ഇട്ടിട്ട് പോവുകയോ ചെയ്യരുത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ മുകളിൽ അവനെ കിടത്തിയിട്ടിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റാലെന്ന് ഞാൻ അറിയത്തില്ല. അപ്പോൾ അന്നൊരു ദിവസം ഫുള്ള് ഞങ്ങൾ 2 പേരും അവനെ മാറി ഇരുന്ന് അവനെ ടേക്ക് കെയർ ചെയ്തു. പിന്നെ അന്ന് കുറേ നേരത്തേന് അന്ന് വൈകിട്ട് ലൈറ്റായിട്ട് വല്ല ഫുഡും കൊടുത്താൽ മതി, അതുവരെ ഫ്ലൂയിഡ്സ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അന്ന് വൈകിട്ട് പറഞ്ഞ പോലെ ചെറുതായിട്ട് ഫുഡ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവന് കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് അവന് ഓക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും എനിക്കിപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്കുണ്ടാക്കിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത 2 കുട്ടികളും ഇങ്ങനെ എന്തെല്ലാം കിടന്നോ അല്ലെങ്കിൽ അവർ മുത്തുകളായിട്ട് കോയിൻസായിട്ടോ അങ്ങനെയൊന്നും അവരൊന്നും വായിലിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, സോണിയ നീ അത് അങ്ങനെ ശ്രദ്ധിക്കണം, കാരണം 3 കുഞ്ഞു കൊച്ചുങ്ങളാണല്ലോ, അപ്പം നീ അത് അവർ വായിലിടുകയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇടാനുള്ള സാധ്യതയുണ്ട്, അപ്പം അത് ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, അവരെങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പം ഇനിയൊന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്നൊരു തിങ്കിങ് എൻ്റെ മനസ്സിൽ വന്നതാണ് എനിക്കിപ്പോൾ ഈ ഒരു 1 വീക്കിന് മുകളിൽ ഞാനും ഞങ്ങളുടെ ഫാമിലിയും ഫുള്ള് സഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളുള്ള അമ്മമാരോടാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം അറിയാമായിരിക്കും, അവർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അവർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മുടെ ഇങ്ങനെ നമുക്ക് ആ ഒരു 1 വീക്ക് ടെൻഷൻ. പിന്നെ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ജോലിക്ക് പോയില്ല, അപ്പം നമ്മുടെ ആ ഒരു 1 വീക്കിൻ്റെ പേച്ചക്കൊക്കെ നമ്മൾക്ക് അവിടെ ഇതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നുമല്ല, ഇതിനേക്കാളേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് ഈ പറഞ്ഞതുപോലെ വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ള അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഒരു കയ്യബദ്ധം വഴി എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇതുപോലെ ഒരു അബദ്ധം നിങ്ങളിൽ ആർക്കും ഇത് പറ്റാതിരിക്കട്ടെ. അതായത് ഇന്ന് വരെ ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും സംഭവിക്കില്ല എന്ന് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. അവരാവശ്യത്തിന് അവരുടെ സ്കൂളിൽ കളിക്കുന്നുണ്ട്, ഡേ കെയറിൽ കളിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ മതി. എന്നിട്ട് നമുക്ക് വീട്ടിൽ കളിക്കാൻ നമുക്ക് സേഫ് ആയിട്ടുള്ള ടോയ്സൊക്കെ കൊടുത്ത് നമുക്ക് കളിപ്പിക്കുക. അതായിരിക്കും എന്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ടൊറൻറ്റോ ഈ ഏരിയയിലൊക്കെ ഉള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പിള്ളേർക്ക് ഇതുപോലത്തെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് സിക്കിഡ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ലോക്കൽ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണിത്. അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.